പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പേജ് നമ്പർ 18-ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദി 10th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 46 ആൻഡ് ഇറ്റ്സ് 11th ടേം ഈസ് 51. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം? ദെൻ സെക്കൻഡ് വൺ, റൈറ്റ് ദി ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദി സീക്വൻസ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നത് നോക്കാം. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 10th ടേം 46ഉം 11th ടേം 51ഉം ആണ് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അല്ലെ. 10th ടേം തന്നിട്ടുണ്ട്, 10th ടേം ഈക്വൽ ടു 46. 11th ടേം തന്നിട്ടുണ്ട് അല്ലെ. 11th ടേം ഈക്വൽ ടു 51 അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തടുത്തുള്ള രണ്ട് ടേംസ് ആണ്. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം അല്ലെ. കോമൺ ഡിഫറൻസിൽ ഞാൻ ഡി ആയിട്ടാണ് എടുത്തത്. അപ്പൊ എന്ത് വരും? 51 മൈനസ് 46 എത്രയായിരിക്കും? 5. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് 5 കിട്ടി അല്ലെ. പിന്നെ എന്ത് വേണം? നമുക്ക് ഫസ്റ്റ് ടേം കാണണം അല്ലെ. ഫസ്റ്റ് ടേം കാണണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഫസ്റ്റ് ടേം അല്ലെ. ഫസ്റ്റ് ടേം എങ്ങനെയാ ഫൈൻഡ് ഔട്ട് ചെയ്യല്? 10th ടേമിൽ നിന്നും 9 ടൈംസ് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും. അതായത് ഫസ്റ്റ് ടേമിന്റെ ഒന്നിച്ച് 9 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് നമുക്ക് 10th ടേം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ 10th ടേം തന്നിട്ടുണ്ടെങ്കിൽ 10th ടേമിൽ നിന്നും 9 ടൈംസ് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും. അപ്പം ഫസ്റ്റ് ടേം അല്ലെ. ഫസ്റ്റ് ടേം വേണമെങ്കിൽ നമുക്ക് x1 ആയിട്ട് എഴുതാം. ഫസ്റ്റ് ടേം x1 ഈക്വൽ ടു 10th ടേം എത്രയാണ്? 46 മൈനസ് 9d ആണ്. എന്ത് കിട്ടും? 46 മൈനസ് 9 ഇൻറ്റു 5 എത്രയാണ്? 46 മൈനസ് 45. അപ്പൊ ഫസ്റ്റ് ടേം എത്രയാണ്? 1 ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി. എത്രയാണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്? 1. അപ്പൊ നമുക്ക് ബാക്കിയുള്ള സീക്വൻസ് എഴുതാലോ. അവിടെ സെക്കൻഡ് ടേം എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? റൈറ്റ് ദി ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദി സീക്വൻസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ആ സീക്വൻസ് ആണ് എഴുതേണ്ടത് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇനി നമുക്ക് സെക്കൻഡ് ടേം കാണാം അല്ലെ. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? x2 അല്ലെ. x2 എന്ന് പറഞ്ഞാൽ x1ന്റെ ഒന്നിച്ച് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. x1 എത്രയാണ്? 1 പ്ലസ് കോമൺ ഡിഫറൻസ് എത്രയാണ്? 5. നമുക്ക് സെക്കൻഡ് ടേം എത്ര കിട്ടി? 6 കിട്ടി. അതിന് തേർഡ് ടേം x3 അല്ലെ ഈക്വൽ ടു x2 പ്ലസ് കോമൺ ഡിഫറൻസ്. x2 എത്രയാണ്? 6 പ്ലസ് 5 അല്ല കോമൺ ഡിഫറൻസ്. അപ്പൊ 11 കിട്ടി. തേർഡ് ടേം കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫോർത്ത് ടേം നോക്കാം. ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ x4 എങ്ങനെയാണ്? x3ന്റെ ഒന്നിച്ച് വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. എത്ര കിട്ടും? 11 പ്ലസ് 5 എത്രയാണ്? 16. ഇനി ഫിഫ്ത്ത് ടേം ഇനി നമുക്ക് ഫിഫ്ത്ത് ടേം തന്നെ എഴുതണില്ല, x5 എന്ന് എഴുതിയാലും മതി. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 16 പ്ലസ് 5 എത്രയാണ്? 21. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള 5 ടേംസ് കിട്ടി അല്ലെ. നമുക്ക് ആ സീക്വൻസ് ഫസ്റ്റത്തെ 5 ടേംസ് നമുക്ക് കിട്ടി. അപ്പൊ സീക്വൻസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഏതാണ്? 1, സെക്കൻഡ് ടേം 6, 11, 16 ആൻഡ് 21. ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആയിരിക്കും അത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്കതില് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദി 21st ടേം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 100, 95, 90 എക്സെട്ര. അതായത് 100, 95, 90 എന്നിങ്ങനെ പോകുന്നുള്ള ആ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ആ സീക്വൻസിൽ 21th ടേം അല്ലെങ്കിൽ 21st ടേം എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? 100, 95, 90 എക്സെട്ര കുറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സീക്വൻസ് ആണ് അല്ലെ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കതിൽ 21st ടേം എങ്ങനെയാ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം ജസ്റ്റ് നമുക്ക് എന്താ x1 ആയിട്ട് വേണമെങ്കിൽ എടുക്കാം അല്ലെ. 100 അല്ലെ. ഇനി നമുക്ക് എന്ത് വേണം? കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സെക്കൻഡ് നമ്പർ ആയ 95 100 മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. കോമൺ ഡിഫറൻസ് എത്ര വരും? 95 മൈനസ് 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -5 ആണ് ആൻസർ അല്ലെ. എത്രയാണ്? -5. കാരണം ഗ്രേറ്റസ്റ്റ് നമ്പറിന്ന് സ്മോളസ്റ്റ് നമ്പർ മൈനസ് ചെയ്യുക. ഡിഫറന്റ് സൈൻ ആണ്. 95ന്റെ പോസിറ്റീവ് സൈനും 100ന്റെ നെഗറ്റീവ് സൈനുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? 90 വലിയ നമ്പറിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്തിട്ട് വലിയ നമ്പറിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പൊ 100 95 മൈനസ് ചെയ്താൽ എത്രയാണ് ആൻസർ?
5. വലിയ നമ്പറിന്റെ സൈന് നെഗറ്റീവ് ആണ്, അപ്പൊ -5. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഡി എന്ത് കിട്ടി? -5 കിട്ടി. ഓക്കെ അല്ലേ? ഇനി എന്ത് വേണം? ഫസ്റ്റ് ടേമും കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി. 20 ഫസ്റ്റ് ടേം ആണ് കണ്ട്, 21ാമത്തെ പദം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് വേണം? എങ്ങനെ ചെയ്യണം? 21st അല്ലെ, 21st ടേം അല്ലെങ്കിൽ 21th ടേം, എങ്ങനെ വേണമെങ്കിൽ എഴുതാം. ടേം അതിന് നമുക്ക് x21 എഴുതാം. x21 എഴുതാം. അപ്പൊ എങ്ങനെ വരും? x21 എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ടേമിന്റെ ഒന്നിച്ച് 20 ടൈംസ് കോമൺ മൾട്ടിപ്പിൾ ആഡ് ചെയ്താൽ മതി. 20 ടൈംസ് കോമൺ മൾട്ടിപ്പിൾ അല്ല, കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. അതായത് ഫസ്റ്റ് ടേമിന്റെ ഒന്നിച്ച് 20 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 21ാമത്തെ പദം കിട്ടും. ക്ലിയർ അല്ലേ? നമുക്ക് ഫസ്റ്റ് ടേം എന്താണ് ഇവിടെ? 100 ആണ് അല്ലേ? പ്ലസ് 20 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്ര കിട്ടിയ? -5. അപ്പൊ എന്ത് വരും? 100 പ്ലസ് 20 ഇൻറ്റു -5 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ? -100. പ്ലസ് 100ഉം -100ഉം കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും ആൻസർ? 0 ആണ്. ഇതിന്റെ ഒന്നിന്റെ സൈന് പോസിറ്റീവ്, രണ്ടാമത്തെ സൈന് നെഗറ്റീവ് ആണ്, ഒരേ നമ്പർ ആണ്. അപ്പൊ ആൻസർ 0 ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ആൻസർ എന്തായിരിക്കും? 20 ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 0 ആണ്. ഏത് സീക്വൻസിൽ? 100 25 അല്ല 95, 100 95 90 ഇങ്ങനെ പോകുന്ന സീക്വൻസിൽ 20 ഫസ്റ്റ് ടേം എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഫോർത്ത് ക്വസ്റ്റ്യൻ. The 10th term of an arithmetic sequence is 56 and its 11th term is 51. First question, what is the first term? Then write the first 5 terms of the sequence. നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് കാണാം അല്ലെ? കോമൺ ഡിഫറൻസ് ഡയറക്റ്റ് കാണാമല്ലോ. കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു എന്തായിരിക്കും? 10th ടേം ഏതാണ്? 56. 11th ടേം 51 അല്ലെ? അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് എന്ത് വരും? 51 മൈനസ് 56 അല്ലെ? എത്രയാണ്? 51 മൈനസ് 56 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയായിരിക്കും? -5. അപ്പൊ കോമൺ ഡിഫറൻസ് കിട്ടി അല്ലെ? ഇനി എന്ത് വേണം? ഫസ്റ്റ് ടേം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ടേം. അപ്പൊ x1 ഈക്വൽ ടു ഫസ്റ്റ് ടേം കാണണമെങ്കിൽ എന്ത് വേണം? 10th ടേം ഉണ്ട്. അപ്പൊ 10th ടേം എത്രയാണ്? 56. 56 മൈനസ് 90 കണ്ടാൽ നമുക്ക് x1 കിട്ടും. 56 മൈനസ് 9 ഇൻറ്റു -5. അപ്പൊ എത്ര വരും? 56. മൈനസും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ആണ്. 9 5s are 45. അപ്പൊ എത്രയാണ് ആൻസർ? 101 അല്ലെങ്കിൽ 101. ഇതാണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് വേണം? അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദി 5 ടേംസ് ഓഫ് ദി സീക്വൻസ്. ആദ്യത്തെ 5 ടേംസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സെക്കൻഡ് ടേം x2 എന്ന് പറഞ്ഞാൽ എന്താണ്? x1 പ്ലസ് d അല്ലെ? x1 എത്രയാണ് കിട്ടിയത്? 101 മൈനസ് 5. അപ്പൊ എത്ര വരും? 96. അടുത്ത എന്താണ്? x3 എന്ന് പറഞ്ഞാല് x2 പ്ലസ് d. അത് എത്രയാണ്? 96 മൈനസ് 5 അല്ലെ? 96 മൈനസ് 5 എത്രയായിരിക്കും? 91. അപ്പൊ നമുക്ക് തേർഡ് ടേം കിട്ടി. ഇനി എന്ത് വേണം? x4 എന്ന് പറഞ്ഞാൽ എന്താണ്? x3 പ്ലസ് d. അപ്പൊ എത്ര കിട്ടും? 91 മൈനസ് 5. അപ്പൊ എത്രയാണ്? 86 അല്ലെ? അടുത്തത് x5 എന്ന് പറഞ്ഞാൽ x4 പ്ലസ് d. അത് എത്രയാണ്? 86 മൈനസ് 5. 86 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 81. അപ്പൊ നമുക്ക് x5 വരെ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി അല്ലെ? അപ്പൊ സീക്വൻസ് ഈക്വൽ ടു എന്താണ്? ഫസ്റ്റ് ടേം വരുന്നത് 101 96 91 86 81 എക്സെട്ര. ഇതാണ് നമ്മുടെ സീക്വൻസ്. ക്ലിയർ അല്ലേ? ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.